ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് അതോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഇപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അല്ല മറ്റാരെങ്കിലും അവിടെ ഉണ്ടോ, മറ്റാരോടെങ്കിലും അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അവിടെ ഒരു സ്ഥാനമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് അതോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാനം അവിടെ ഉണ്ടോ? നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നൈറ്റ് ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു സെപ്പറേഷനോ അങ്ങനെയൊന്നും ഇതിനകത്ത് കാണുന്നില്ല. നല്ല രീതിയിൽ ഒരു സെലിബ്രേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ നടുവിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ, ഈ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല സാമ്പത്തികപരമായ രീതിയിലൊക്കെ നല്ല വെൽത്ത് ഉള്ള അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ഒരു ബിസിനസ്മാനോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആയ രീതിയിൽ കാര്യങ്ങൾ, സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാൻ ഉണ്ട്. ഭയങ്കര ഒരു വൃത്തിക്കാരനാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, ഓരോരോ കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതുപോലെ ഭയങ്കര വൃത്തി, നല്ല ടിപ്പ് ടോപ്പിൽ ഡ്രസ്സൊക്കെ ധരിച്ചു വരുന്ന ഒരു വ്യക്തിയാകാനാണ്. അത് കാണുമ്പോൾ ആള് നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കും. നല്ല ഷൂ, നല്ല രീതിയിൽ നല്ലൊരു എല്ലാ കാര്യങ്ങളും ഒരു ഡിസിപ്ലിനോട് കൂടി ലൈഫിനെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് കാർഡിൽ നമുക്ക് അത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു റീഡിങ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതലും റീഡിങ്ങുകൾ നമുക്ക് സെപ്പറേഷനിലുള്ളവരെയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആ ഒരു രീതിയിലുള്ള റീഡിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണുന്നത് നല്ല സെലിബ്രേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. എല്ലാ രീതിയിലും സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും ഫിസിക്കലിയും എല്ലാം ഫിറ്റായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുത്ത് പങ്കുവെച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു ജോയ്ഫുൾ സെലിബ്രേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ ഒരു ഹാർമണി, റിലാക്സേഷൻ, ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെയും വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളെ വളരെയധികം താല്പര്യമാണ്. നിങ്ങൾ ഒരു നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടി അവരുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ ആയിക്കോട്ടെ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, വിപുലീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടി ഒരു ബിഗ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഒരു നല്ല ജോലിയിലേക്ക്, ഒരു ഗൾഫ് കൺട്രീസിലേക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഒരു വർക്ക് സംബന്ധമായ രീതിയിൽ പോകാനായിട്ടോ ഒക്കെയുള്ള വഴികൾ അവർ തെരഞ്ഞെടുക്കുന്നതായിട്ടും അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടും അതിൽ വളരെയധികം പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുറത്തു നിന്നുള്ള എന്തോ ഒരു ഫോഴ്സ്, അത് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ കൺമുൻപിൽ വന്നതായിരിക്കാം. അത് ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ റിലേഷൻഷിപ്പിൽ വരുന്നു. നിങ്ങളുടെ പേഴ്സണോടുള്ള ഒരു വിശ്വാസം, ഫെയ്ത്ത് നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ അവിടെ വന്നപ്പോൾ നിങ്ങളൊന്ന് സ്ട്രക്കായി, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാകാം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തത് കണ്ടു എന്നുള്ള രീതിയിൽ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതും ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവ് നിങ്ങളുടെ പേഴ്സണോട് വരികയും നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തു ഈ ഒരു പേഴ്സന്റെ അടുത്ത്. എന്നിട്ട് നിങ്ങളൊരു ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് കയറി നിൽക്കുകയാണ്. ഓക്കെ, അതിനകത്ത് വറീസും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു ഡൗട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുകയാണ്, ഈ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ, ഞാനല്ലാതെ മറ്റൊരാളുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട്. ആ ഡൗട്ടിന്റെ പുറത്ത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകത്തക്ക രീതി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളുമില്ല, പക്ഷെ നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് ഓവർ തിങ്ക് ചെയ്തിട്ട് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കിയിട്ട് അവരെ ടെസ്റ്റ് ചെയ്യാനും അവരുടെ നമ്മളൊരാളെ ഒരു സംശയത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സംശയമായിട്ടാണ് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡൗട്ട് അടിക്കാനായിട്ട് തുടങ്ങിയതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ വരുന്നത്. അവരെ നിങ്ങൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളോ ഒന്നിലും നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധയില്ല. കാരണം ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ പേഴ്സണെ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ അതുപോലെ സ്നേഹം തന്നെയാണ്. ആ ഒരു ഓവറായിട്ടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ തീപ്പൊരി ആരുടെയെങ്കിലും അടുത്ത് നിന്ന് കിട്ടിയതായിരിക്കാം ഇത്ര ഒരു വലിയ പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾ തന്നെ വിചാരിക്കും, ഞാനിപ്പോൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ആയിരിക്കില്ല, ഇതൊക്കെ എൻ്റെ ഒരു തോന്നലായിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ മറ്റുള്ളവർ പറയുകയും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ചിന്തിക്കുന്നു. വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പല ഒരു സിറ്റുവേഷൻസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അവർ അത് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം, അവർക്ക് ഇത് മറയ്ക്കാനുള്ളത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ സംസാരിച്ചത്, ഇതുകൊണ്ടായിരിക്കും എന്നെ ആ ഭാഗത്ത് അടുപ്പിക്കാത്തത്, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നെ കൂട്ടി പോകാത്തതുകൊണ്ട്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ഈ ഒരു സമയത്ത് ഒഴിവാക്കിയത് അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ മനഃപൂർവ്വമാക്കി മാറ്റി നിർത്തുന്നതായിരിക്കാം എന്നിങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതൊക്കെ നിങ്ങളുടെ ഒരു ഓവർ തിങ്കിങ് മൂലം, നെഗറ്റീവ് തോട്ട്സ് മൂലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുമ്പോൾ വളരെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. വളരെ കൂളായിട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു പോകുന്ന ഒരു പവർഫുൾ ആയിട്ട് കൺട്രോളിങ് പവർ ഉള്ള, പല കാര്യങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷെ നിങ്ങളെ നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഇവിടെ സ്ട്രക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മനോഹരമായ സമയങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആ ഒരു വിഷമത്തിൽ നിങ്ങൾ ട്രാപ്പ് ചെയ്ത് നിൽക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ശക്തി, പവർ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സർക്കിളിനുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാതെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷന് വെളിയിൽ കിടന്നതിന് ശേഷം ഇതൊരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന രീതിയിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൽ ഒരിടത്തും നിങ്ങളുടെ പേഴ്സന്റെ ഒരു നെഗറ്റീവ് എനർജി കിട്ടുന്നില്ല. അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ മറ്റാരും ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.
ഇല്ലാത്ത ഒരു പ്രശ്നം ചിന്തകൾ കൊണ്ട് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുകയും അതിനകത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെയധികമായിട്ട് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു അവസ്ഥയിൽ പെട്ട് നിങ്ങൾ തന്നെ കിടക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ട്രസ്റ്റ് അഗെയിൻ എന്ന് പറയുന്ന യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു കാർഡിലൂടെ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വീണ്ടും വിശ്വസിക്കുക എന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ടൊരു മെസ്സേജ് പോലെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്ന അതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് മിസ്സായി പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും അവരെ തിരിച്ചു കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലും ഒരു ഗൈഡൻസ് മെസ്സേജ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാം മറന്ന് ഒരുമിച്ച് ചേരണം എന്ന് തന്നെയാണ് യൂണിവേഴ്സും ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പഴയതുപോലെ സന്തോഷകരമായ ജോയ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും വരുമോ എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അനാവശ്യമായ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുക. അവരോടൊപ്പം നിങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജീസ് മാത്രമേ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പോസിറ്റീവായുള്ള ആളുകളുമായിട്ട് സഹകരിക്കാനായിട്ട്, പോസിറ്റീവായിട്ടിരിക്കാനായിട്ട്, പരമാവധി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള എനർജികളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് സോൾ മെസ്സേജസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് മെസ്സേജസ് നോക്കാം. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഓരോ സമയവും അവർക്ക് വളരെയധികം പ്രീഷ്യസ് ആയിട്ട് അവർ കണക്കാക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സമയം ഇനിയും വരാനായിട്ടും അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഇപ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരുന്നിരിക്കാം, പക്ഷേ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നത് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, അതായിരിക്കാം പ്രസൻസ് അവർ മിസ് ചെയ്യുന്നുണ്ട്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ആ ഒരു പ്രോബ്ലംസ് ഒന്നും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളായിട്ട് തന്നെ സംസാരിക്കുക, പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ലവ് യു ആസ് യു ആർ. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ ഈ വ്യക്തിയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേർന്ന ഒരു ജോയ്ഫുൾ സെലിബ്രേഷൻ ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നീ എന്നോട് എങ്ങനെ പെരുമാറിയാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ വ്യക്തി പറയുന്നത്. ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു. എനിക്ക് നിന്നോടൊപ്പം ആയിരിക്കാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ്. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണ് എന്ന് ഈ വ്യക്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവർക്കറിയില്ല ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. യു ആർ മൈ ഹാപ്പിനെസ്. നിങ്ങളാണ് അവരുടെ സന്തോഷം. അപ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് പറയും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് റീഡിങ്ങിൽ തന്നെ ഡയറക്റ്റ് ട്രസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. 1992 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. നമ്പർ 52 ഇവിടെ വരുന്നുണ്ട്. 34, നമ്പർ 34. പെയിന്റിങ്. ഓക്കെ, പർപ്പിൾ കളർ. 2005,
777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ വരുന്നുണ്ട്. കോട്ടയം ജില്ല, നമ്പർ 26, 1987 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. യോഗ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഡ്രോയിങ് ഒക്കെ താല്പര്യമുള്ളവരായിരിക്കാം. 2004 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് ഹെയർ, നീണ്ട മുടിയുള്ള വ്യക്തികളാകാം. ഡ്രൈവർ. ഓക്കെ, ലെറ്റർ M, 1995 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 38 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 1997 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 53 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 35 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.